ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. കുറെ പേര് പറയാറുണ്ട്, നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻസിൽ ചില പെർഫ്യൂംസ് വാങ്ങിച്ചു, പക്ഷെ അത് വേണ്ടത്ര വിചാരിച്ച ഒരു എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. ചിലർ പറയും, എന്താ പറയാ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു വൈബല്ല കിട്ടിയത് എന്നുള്ളതൊക്കെ. സോ അത് ഹാപ്പൻസ്. ഞാനിത് പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യമാണ്. പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എല്ലാം 100% അത് പേഴ്സണലി എല്ലാം നമുക്ക് എന്ത് പേഴ്സണലി ഫീൽ ചെയ്യുന്നോ അതാണ് നമുക്ക് കിട്ടുന്ന ഫ്രാഗ്രൻസ്. അതല്ലാതെ ഒരിക്കലും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതോ വേറെ ആരെങ്കിലും വീഡിയോയിൽ പറഞ്ഞതോ കേട്ടിട്ട് അതേ വൈബ് നിങ്ങൾക്ക് കിട്ടും എന്ന് കരുതരുത്. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഒരു ഫ്രാഗ്രൻസിന്റെ ഒരു അതിന്റെ ഒരു സെൻസിന്റെ ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അത് ബേസ് ചെയ്തിട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾ എൻ്റെ അടുത്ത് പറയും മസ്ക് റിജാലി 2 days ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നു. ചിലർ പറയും മസ്ക് റിജാലി തീരെ ഫ്രാഗ്രൻസ് ഇല്ല, അതിനൊന്നും ഒരു സ്മെല്ലും കിട്ടുന്നില്ല, ഇങ്ങനെ പറയുന്നവർ രണ്ടും പറയും. അതുപോലെ തന്നെ ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ എനിക്ക് കുറെ ഫീഡ്ബാക്ക് വന്നാണ്, ഒന്ന് ഇറോസ്, വെർസാച്ചെ ഇറോസ്, ഒരുപാട് പേർക്ക് അതിന്റെ ഫ്രാഗ്രൻസ് സ്നിഫ് ചെയ്താൽ ഒന്നും കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ബക്കറ റോഷ് 540, ആളുകള് നമ്മുടെ ഗ്രാൻഡ് അലക്സിയിലൊക്കെ ആ പെർഫ്യൂം വന്ന സമയത്ത് കുറെ പേര് അവിടെ വിളിച്ചിട്ട് ചീത്ത പറയും, ഇത് സ്മെല്ല് നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതേ സാധനം നല്ല ലാസ്റ്റിംഗ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ അഹമ്മദ് അൽ മഗ്രിബിന്റെ മർജ്, കുറെ ആൾക്കാർക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ബീസ്റ്റ് മോഡ് 5 days 7 days ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും. ചിലർക്ക് അത് തീരെ കിട്ടില്ല. അത് എന്താന്ന് വെച്ചാല് അത് ഓരോ ആളുകളുടെയും സെൻസിൽ വരുന്ന മാറ്റങ്ങളാണ്. അത് അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സാധനം ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു വൈബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതിന് എന്തോ തകരാറുണ്ടെന്നോ അങ്ങനെ മാത്രം ആ ഒരു ആംഗിളിലൂടെ മാത്രം കാണരുത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും ഈ ചെറിയ പെർഫ്യൂംസ് കാണിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാറുള്ളത്, എവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ചെറുത് കിട്ടും എന്നുണ്ടെങ്കിൽ ആദ്യം ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും അതിന്റെ ഒരു ടെസ്റ്റർ വാങ്ങിയിട്ട് ഇതാണ് ഇതിന്റെ വൈബ് എന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഇതുപോലെ വലിയത് പോയിട്ട് വാങ്ങിക്കും. നിങ്ങൾ വിചാരിച്ച ഫ്രാഗ്രൻസ് ആവില്ല, ചിലപ്പോൾ അതിൽ കിട്ടുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ഇത് റിവ്യൂ ചെയ്തവരെ നേരെ വന്നിട്ട് തിരിയും, നിങ്ങൾ പറഞ്ഞ് അത് കളവാണ്, പിന്നെ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യും, ആരും ഈ പെർഫ്യൂം വാങ്ങരുത്, ഇത് ലോക്കൽ പെർഫ്യൂം ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അത് എപ്പോഴും ഒരു സംഭവം മനസ്സിലാക്കണത് എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് വേണം ഇത് നല്ലതാണോ അല്ലേ എന്നുള്ളത് എന്താ പറയാ നമ്മൾ ഒന്ന് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് പെർഫ്യൂംസ് എന്നുള്ളത് എല്ലാം പേഴ്സണലി കിടക്കുന്ന കാര്യമാണ്. എന്റെ ടേസ്റ്റ് ആവില്ല, നിങ്ങളുടെ ടേസ്റ്റ് ആവില്ല, അടുത്തൊരാളുടെ ടേസ്റ്റ്, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിൽ മാറ്റങ്ങൾ ഉണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമല്ല, ചിലർക്ക് ചില ഫ്രാഗ്രൻസുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് ഭയങ്കര ഷാർപ്പായിട്ടും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരേ സ്പ്രേ ഞാനും വേറൊരാളും കൂടി അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്നിഫ് ചെയ്തിട്ട് എനിക്ക് ആദ്യം കിട്ടിയത് ചിലപ്പോൾ റോസ് ആയിരിക്കും, എന്റെ ഒപ്പമുള്ള ആൾക്ക് മസ്ക് ആയിരിക്കും കിട്ടിയത്. ഇത് രണ്ടും ഇതിന്റെ ടോപ്പ് നോട്ട്സിൽ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ സെൻസ് പോലെ ഇരിക്കും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയാ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിക്കുക. മാത്രമല്ല കഴിയുമെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെറുതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റർ പേപ്പറിൽ എവിടെന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. So anyways, that's all for this video. Thanks for watching.